നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഹോളിവുഡിലെ പുതിയ റിലീസായ 20 Years Yet Laterനെ കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് ഡാനി ബോയിലാണ്. ഇതൊരു 28 സീരീസിൻ്റെ സോംബി സീരീസിൻ്റെ മൂന്നാമത്തെ ഭാഗമാണെന്ന് ഞാൻ പറയാം. കാരണം 28 days later, 28 week later, അത് കഴിഞ്ഞ് അത് രണ്ട് സിനിമ അടുത്തടുത്താണ്, ഏകദേശം അടുത്തടുത്ത് ഇറങ്ങിയത്. ഈ സിനിമ ഒരു 18 വർഷത്തിന് ശേഷമാണ് 28 years later എന്ന് പറഞ്ഞിറങ്ങുന്നത്. അപ്പോൾ ഇത് സോംബി അപ്പോക്കാലിപ്സ് വേണമെങ്കിൽ പറയാം. ഒരു വൈറസ് ലീക്കാവുന്നത്, അത് പടർന്നിട്ട് റേജ് വൈറസ് കണ്ടാണ് അത് സ്പ്രെഡായിട്ട് 28 ദിവസം കഴിഞ്ഞത് സംഭവിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. 28 ആഴ്ച കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം. ഇപ്പോഴത്തെ 28 വർഷം കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം. അപ്പോൾ ഇത് ഞാൻ കണ്ടത് PVR PXലാണ്. പെയ്ഡ് പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വ്യാഴാഴ്ച രാത്രി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ കണ്ടത്. ഞാൻ കാണാൻ പ്ലാനൊന്നും ഉണ്ടായില്ല, കാരണം ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ 2 ഭാഗം കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിയിൽ ലിസ്റ്റിങ്ങിൽ വേറെ എവിടെയും ലേസർ 4K ലേസറിൽ വേറെ എവിടെയും ഈ പടം ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഈ പടം അറ്റ്മോസ് DCP ഇല്ല എന്നുള്ള ഉറപ്പായിരുന്നു. പിന്നെ ഇത് ഐഫോണിൽ ഷൂട്ട് ചെയ്തു എന്നുള്ള പേരിൽ അത്യാവശ്യം ഒരു വൈറലായതാണ്. പിന്നെ എൻ്റെ സിനിമ ഐഫോണിൽ ഷൂട്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒബ്വിയസ്ലി വേറെയും എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അങ്ങനെ ഒരു ന്യൂസ് ഭയങ്കര വൈറലായതാണ്. പിന്നെ ഡാനി ബോയിലിൻ്റെ സിനിമയുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് പുള്ളിയുടെ ബാക്കിയുള്ള സിനിമയുടെ കുറേയൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലേസറിലല്ലാണ്ട് പിന്നെ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് 2 കാണാത്തതുകൊണ്ട് അത് 2 കണ്ടു തീർക്കാൻ ശ്രമിച്ചു. ഇതിൽ അത് ആക്ച്വലി നല്ലതായെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് 2 കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് കാണുന്നതിന് വലിയ പാടൊന്നുമില്ല. അങ്ങനത്തെ കണക്ഷനൊന്നും സിനിമയ്ക്കില്ല. അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷനൊന്നും അല്ല സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാരക്ടേഴ്സ് കണ്ടിന്യൂഷൻ ഇല്ല. പകരം ഒബ്വിയസ്ലി സ്റ്റോറി ജസ്റ്റ് ഒരു ഐഡിയ, ഞാൻ ഈ പറഞ്ഞ സോംബി അപ്പോക്കാലിപ്സ് ഉണ്ടായി, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത് 28 വർഷത്തിന് ശേഷം സംഭവിക്കുന്നു. ഇത്ര അറിയേണ്ട കാര്യമുള്ള സിനിമയ്ക്കകത്ത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ 2 സിനിമയും കാണാൻ ആക്ച്വലി ബുദ്ധിമുട്ടിയായിരുന്നു. ഫസ്റ്റ് 2 പാർട്ടും. ആ ഫസ്റ്റ് 2 പാർട്ട് കണ്ട് നെക്സ്റ്റ് കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ തേർഡ് പാർട്ടിന് ബുക്ക് ചെയ്തു PXL. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഇഷ്ടമായി. ഐ മീൻ അതിൽ ആ ഹ്യൂമാനിറ്റി നഷ്ടപ്പെടാനാക്കിയിട്ട് അടിപൊളിയായിരുന്നു. പക്ഷേ എൻ്റെ വീഡിയോ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. അത് ഇതുപോലെ തന്നെ അന്ന് ഒരു ഹാൻഡി ക്യാം പോലത്തെ സംഭവത്തിൽ ഷൂട്ട് ചെയ്യാവുന്നതുകൊണ്ട് 480p ക്ലാരിറ്റി ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര മോശമായിരുന്നു ആ പ്രിൻറ്റ്. ഞാൻ വേറെ ക്വാളിറ്റിയിൽ ഒന്നും കിട്ടാനില്ല, അതെൻ്റെ ക്വാളിറ്റി അത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിൻ്റെ പിക്ചർ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതാണ്, ഭയങ്കര ഗംഭീരമൊന്നുമല്ല. പക്ഷേ സെക്കൻഡ് പാർട്ട് എനിക്ക് ഇഷ്ടമായില്ല. ഫസ്റ്റ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ കണ്ടിരിക്കാൻ പാടായിരുന്നു. അപ്പോൾ ഞാനത് വലിയ TVയിലോ അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്ടറിലോ ഒക്കെ കാണാൻ നോക്കിയപ്പോൾ അത് അങ്ങനെ കാണാൻ മാത്രമുള്ള ക്വാളിറ്റി പിക്ചറിന് ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ അവസാനം കമ്പ്യൂട്ടറിലിരുന്ന് കണ്ടു. പകുതി കമ്പ്യൂട്ടറിലും പകുതി എൻ്റെ ടാബിലിരുന്ന് കണ്ടു തീർത്താണ് ഞാൻ സിനിമ. പക്ഷേ എനിക്ക് ആ സിനിമ ആക്ച്വലി ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. അപ്പോൾ തേർഡ് പാർട്ട് കാണുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ, അത് ശരിക്കും സെക്കൻഡിനേക്കാൾ കൂടുതൽ ഫസ്റ്റിൻ്റെ സ്പിരിച്വൽ സക്സസർ പോലെയാണ്. ഞാനത് എടുത്ത് പറയുന്നത് വെച്ചാൽ, ഐഫോൺ ഷൂട്ട് ചെയ്ത കാര്യമൊക്കെ എടുത്ത് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു സിനിമ ക്യാമറ ഷൂട്ട് ചെയ്യുന്നൊരു ക്വാളിറ്റി ഒന്നും സിനിമയ്ക്ക് പ്രതീക്ഷിക്കരുത്. പേഴ്സണലി എനിക്ക് ഈ രീതി ഷൂട്ട് ചെയ്യുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഐ മീൻ ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോജക്റ്റ് ആൻഡ് എവരിത്തിങ്. പക്ഷേ എനിക്ക് സിനിമ കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം സിനിമാറ്റിക്കായിട്ട് തോന്നണം. ഈ സിനിമ ഇപ്പോൾ ഐഫോണിൽ ഷൂട്ട് ചെയ്തതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ DCPനെയും സിനിമക്കാരെയും ആണെങ്കിൽ തിയേറ്ററുകാർ വരെ കുറ്റം പറഞ്ഞതിനെയും അത്രയും മോശം ഒരു DCP ഷാർപ്നെസ് ഇല്ലാത്തതിനൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, സെക്കൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഈ സിനിമയുടെ ഒരു നേച്ചറാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു നേച്ചറിൻ്റെ ഒരു പ്രശ്നമാണത്. ഈ സിനിമയുടെ ക്വാളിറ്റി ഇത്രേ കാണുള്ളൂ സത്യം പറഞ്ഞാൽ. അവരുടെ ബാക്കി 2 സിനിമ അങ്ങനെയൊക്കെ തന്നെ ഭയങ്കര ഹൈ ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്ത സിനിമകളൊന്നുമല്ല. സൗണ്ട് അത്യാവശ്യം നല്ലതായിരുന്നു. 5.1 ആയിരുന്നു വന്നത്, പക്ഷേ നല്ല സൗണ്ടായിരുന്നു ആക്ച്വലി. ഒരു സിവിൽ വാർ സ്റ്റൈൽ സിനിമ, അല്ലെങ്കിൽ സിവിൽ വാർ ഞാൻ PXL കണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു 5.1 ചാനൽ സൗണ്ട് ഉണ്ട്. അതുപോലത്തെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് തരുന്ന ടൈപ്പ് സൗണ്ടാണ്. എൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് പഞ്ച് തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓഡിയോ വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓഡിയോ വർക്ക് രസമാണ്. ഈ സിനിമ ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് 2 ഭാഗമായിട്ട് തിരിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള, ഇൻറ്റൻസ് ആയിട്ടുള്ള ഈ സോംബി ചേസിങ്ങും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി സ്പിരിച്വൽ അല്ലെങ്കിൽ ഫിലോസഫിക്കലാണ്, കുറച്ചും കൂടി എൻഡറിങ് ആണ്, ഹാർട്ട് റഞ്ചിങ് ആണ്. അങ്ങനെ ഒരു രീതിയിലാണ് ഇവർ സിനിമ എടുത്തിരിക്കുന്നത്. ഇതിൽ ഈ സെക്കൻഡ് ഹാഫ് ഞാൻ എടുത്ത് പറഞ്ഞത്, ഇതിലെ ക്ലൈമാക്സും സെക്കൻഡ് ഹാഫിൻ്റെ ഒരു ഭാഗം വരെയും എല്ലാവർക്കും വർക്കാവില്ല സിനിമ. പേഴ്സണലി എനിക്ക് സിനിമ ഇഷ്ടമായി, പക്ഷേ ഫസ്റ്റിനേക്കാളും എനിക്ക് ഇഷ്ടമൊന്നുമായില്ല. അതിനും അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ഇതിൽ മെയിൻ ക്യാരക്ടറായ ഒരു കുട്ടിയാണ്, ഒരു ടീനേജ് 12-13 വയസ്സുള്ള കൊച്ചാണ്. അവൻ അടിപൊളിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അവനാണ് ഈ സിനിമയുടെ ഹീറോ. ഹി ഡിഡ് എ ഫാൻറ്റാസ്റ്റിക് ജോബ്. പിന്നെ ജോഡി കോണുണ്ട്, പുള്ളിക്കാരത്തി അടിപൊളിയായിരുന്നു സിനിമയ്ക്കകത്ത്. ജോഡി അതായത് ആ പുള്ളിക്കാരൻ്റെ അമ്മയായിട്ട്, ആ കൊച്ചിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചത് പുള്ളിക്കാരത്തി സൂപ്പറായിരുന്നു സിനിമയ്ക്കകത്ത്. പുള്ളിക്കാരത്തിയുള്ള അത്രയും. പിന്നെ നമ്മുടെ ആരോൺ ടൈലർ ആണ് പുള്ളി അച്ഛനായിട്ട്. ഹീറോ എന്ന് പറയാൻ പറ്റില്ല, കാരണം പുള്ളി ആക്ച്വലി ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഒട്ടുമില്ല. പുള്ളി ആക്ച്വലി കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അഭിനയമൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ റാൽഫ് ഫീനിയസ് ഉണ്ട്, മറ്റേ നമ്മുടെ
വോൾഡമോർട്ടായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ. ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് പുള്ളി ബേസിൽ അതിലും കൂടുതൽ വളരെ ഗംഭീര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈസിയസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് വോൾഡമോർട്ടായിട്ട് പുള്ളിയും ആക്ച്വലി രസമുണ്ടായിരുന്നു. ഈ സിനിമയുടെ എനിക്കിഷ്ടപ്പെട്ട കാര്യം ഫസ്റ്റ് ഹാഫ് ഭയങ്കര കിടിലാണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ്. നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും രസമായിട്ട് എൻ്റെ മ്യൂസിക്കും അതിലെടുത്തിരിക്കുന്ന രീതിയും ഒക്കെ നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും. പിന്നെ ഇതിലത്തെ വേൾഡ് ബിൽഡിംഗ് ഭയങ്കര സൂപ്പറാണ് ഫസ്റ്റ് ഹാഫിൽ. അതായത് ഹ്യൂമൻസ് ഒരു കോളനിയിൽക്കകത്ത് അല്ലെങ്കിൽ ഒരു ഐലൻഡിനകത്ത് അവർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ജീവിക്കുന്നത്. നമുക്കൊരു കോളനിയിലെ കാര്യമാണ് കാണിക്കുന്നത്, ഒരു ഐലൻഡിലെ കാര്യങ്ങൾ. അവരെങ്ങനെ ജീവിക്കുന്നു, അതെങ്ങനെയാണ് നടക്കുന്നത്, അവിടെ നിന്ന് എങ്ങനെ പുറത്തോട്ട് വരുന്നു, അവർ സോംബീസിനെ ഹണ്ട് ചെയ്യുമ്പോൾ അത് കാണിച്ചിരിക്കുന്ന ആ വേൾഡ് ബിൽഡിംഗ് സൂപ്പറാണ്. അത് രണ്ടാമത്തെ ഹാഫിൽ ഇവർ സോംബീസിനെ കുറിച്ചും കുറച്ച് പറയുന്നുണ്ട്. അതിനകത്ത് അവർക്കൊരു പുതിയൊരു ആൽഫ പോലത്തെ ഒരു ക്യാരക്ടർ ഉണ്ട്, അതെങ്ങനെയാണ് അവരൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേൾഡ് ബിൽഡിംഗ് ഹ്യൂമൻസിൻ്റെ കാണിച്ച പോലെ ഇവർ സെക്കൻഡ് ഹാഫിൽ സോംബീസിൻ്റെ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ആ രീതിയിൽ ആ സിനിമ കൊണ്ടുപോയത്. പക്ഷേ അവരത് കാണിക്കാത്തത് എനിക്ക് ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് തോന്നി സിനിമയുടെ. കാരണം ഞാൻ മോർ ഇൻട്രസ്റ്റിംഗ്, അതായത് നമ്മൾ ഹ്യൂമൻസിൻ്റെ പറഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സോംബീസിൻ്റെ ആ ഒരു ഹൈറാർക്കിയും അവർക്ക് എന്തൊക്കെ ചേഞ്ച് വന്നു 28 വർഷം അതിനെക്കുറിച്ച് കൂടുതൽ വേൾഡ് ബിൽഡിംഗ് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ അവർ ചെയ്തില്ല. അതിൻ്റെ ഓപ്പർച്യൂണിറ്റി സിനിമയ്ക്കകത്ത് തരുന്നുണ്ട് ഏറ്റവും അവസാനം കുറച്ച് കഴിയുമ്പോൾ. അതായത് സ്പോയിലറാണ്, ഇതിനകത്തൊരു കുട്ടി ജനിക്കുന്നുണ്ട് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു സോംബിയിൽ നിന്ന്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും അതിൻ്റെ ഒരു സംഭവം എന്താണെന്നുള്ളതും അത് ആ വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിരുന്നു. അവരത് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അവരത് ഫോർഗെറ്റ് ചെയ്ത പോലെ. കൊച്ചിനെ ഫോർഗെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അത് ആർക്കും ആ സിനിമയിൽ പ്രത്യേകിച്ച് അത് കഴിഞ്ഞിട്ട് വരുന്ന ക്യാരക്ടേഴ്സിന് ആക്ച്വലി ഈ സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ തോന്നിയില്ല. അത് അവർ ജസ്റ്റ് ചിന്തിക്കാൻ പോലും റെഡി ആയില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ആ ക്യാരക്ടർ ആക്ച്വലി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇറ്റ് ഷുഡ് ബി സർപ്രൈസിങ് റൈറ്റ്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെന്നത് കുട്ടി ജനിക്കുന്നു എന്ന് പറയുന്നത്, അതായത് അവർക്ക് റേജ് മോഡ് മാത്രമേ ഉള്ളൂ, അവർക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയോ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത് സോംബീസിന്. സോ അപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസിങ് തിങ് അല്ലേ. പക്ഷേ അവരതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പോയില്ല, പകരം ഭയങ്കര ഫിലോസഫിക്കലായിട്ട് ഡെത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ബട്ട് ഇതുപോലത്തെ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമ അതുവരെ കൊണ്ടുപോയത് വെച്ചിട്ടും ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഡിസപ്പോയിൻറ്റിങ് ഫോർ മീ. പക്ഷേ സിനിമ ബോറടിച്ചൊന്നുമില്ല. ഐ മീൻ ഇറ്റ് വാസ് ഫൈൻ. ഒരു വേറൊരു ചേഞ്ചാണത്. സാധാരണ നമ്മളൊരു സിനിമ ഇങ്ങനത്തെ കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ആരും പോവില്ല. ഇറ്റ് വാസ് എ ചേഞ്ച്, പക്ഷേ അതൊരു ഗുഡ് ചേഞ്ച് ആണോ ബാഡ് ചേഞ്ച് ആണോ നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യട്ടെ. എനിക്ക് പേഴ്സണലി വർക്ക് ആയില്ല എന്നല്ല, ബട്ട് ഐ എക്സ്പെക്റ്റഡ് മോർ. പിന്നെ ഇത് എൻഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാരണം അത് ഒരുപാട് അവർക്ക് പറയാണ്ടെന്ന് അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോഴാണ് ഇതിങ്ങനെ പ്രത്യേക രീതിയിൽ ഒരു എൻഡ് ചെയ്യുന്നത്. ആ എൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഒബ്വിയസ്ലി അവർ ട്രിലോഗി പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്കാണ് സെക്കൻഡ് പാർട്ട് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അങ്ങോട്ട് റിലീസാവുമെന്ന് തോന്നുന്നു. തേർഡ് പാർട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉണ്ടാവുമായിരിക്കും എൻ്റെ അതിൽ. അതായത് ഈ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ നോക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓഡിയൻസിലേക്ക് ത്രോ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ഒന്നും വർക്കായില്ല പേഴ്സണലി. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വർക്കായി എന്നുള്ളതുകൊണ്ട് സിനിമ രസമാണ് കാണാൻ. പക്ഷേ ഇത് എല്ലാവർക്കും വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇനി ഫസ്റ്റ് ഹാഫ് 100% വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് നമ്മളത് എങ്ങനെ കാണുന്നു എന്നുള്ളതിലിരിക്കും. എനിക്ക് പേഴ്സണലി സിനിമ വർക്കായി. പക്ഷേ ഞാൻ എടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഹ്യൂമൻസ് സോംബീസ് ആവും. അപ്പോൾ അവരുടെ ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ടിട്ടാണ് ഇവർ റേജ് വൈറസ് വരുമ്പോൾ ഹ്യൂമാനിറ്റിയൊക്കെ നഷ്ടപ്പെട്ട ഒരു സോംബീസ് ആവും. അതിനകത്തുള്ള ബാക്കിയുള്ള ഹ്യൂമൻസും ആക്ച്വലി ഹ്യൂമാനിറ്റി നഷ്ടപ്പെട്ട ആൾക്കാരാണ്. അതിലത്തെ ഹീറോയിനാണെന്ന് പറഞ്ഞ ക്യാരക്ടറിന് ശരിക്കും ഹ്യൂമാനിറ്റി ഇല്ല. നിങ്ങൾ പെട്ടാൽ നിങ്ങളെ കൊല്ലും എന്ന് പറയുന്ന ആൾക്കിന്ന് അവർക്ക് പക്ഷേ അത് കഴിഞ്ഞൊരു ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് ഈസ് വൈ ദേ ആർ ദ ഗുഡ് പീപ്പിൾ. അവർക്ക് അത് കഴിഞ്ഞ് ചേഞ്ച് ഉണ്ടാവും. ആക്ച്വലി അവർക്ക് ആ ഹ്യൂമാനിറ്റി തിരിച്ച് കിട്ടും ചെറുതായിട്ട്. അത് കെയറിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹ്യൂമൻസ് ആവുന്നത്. പക്ഷേ അതിനകത്തുള്ള വേറെ ക്യാരക്ടേഴ്സ് വില്ലന്മാരാവുന്നത് ബിക്കോസ് ദേ ലോസ്റ്റ് ദ ഹ്യൂമാനിറ്റി. അവർക്ക് ആ ഹ്യൂമൻ ടച്ച് ഇല്ല. അപ്പോൾ ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആൾക്കാരും സോംബീസും തമ്മിൽ വ്യത്യാസമില്ല സത്യം പറഞ്ഞാൽ അതിനകത്ത്. അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. ആ ഹ്യൂമാനിറ്റി ലോസ്, ഹ്യൂമൻസിന് റേജ് വൈറസ് ഇല്ലെങ്കിലും നമുക്കത് നഷ്ടപ്പെടും റൈറ്റ്. അപ്പോൾ സോംബീസ് വരും തമ്മിലുള്ള എന്താണ് വ്യത്യാസം? ഇവർ രണ്ടുപേരും വില്ലന്മാരായില്ലേ. അപ്പോൾ ഇവർ രണ്ടുപേരും സോംബീസ് തന്നെയാണ് ഇൻ എ വേ, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഹ്യൂമാനിറ്റി. ആ ഒരു സംഘർഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. അതൊന്നും ഇതിനകത്തില്ല കേട്ടോ. ഇതിനകത്ത് ആക്ച്വലി അതൊന്നുമില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയില്ല. സോ ആ ഫിലോസഫിക്കൽ ടേണൊക്കെ എനിക്ക് ഇഷ്ടമായെങ്കിലും ഐ ലൈക്ക് വാട്ട് ഫസ്റ്റ് പാർട്ടിൽ അവർ ഫോക്കസ് ചെയ്ത സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനകത്ത്. എന്തായാലും സിനിമ രസമായിരുന്നു കാണാൻ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. PXL രസമായിരുന്നു കാണാൻ. നിങ്ങൾ ഫസ്റ്റ് 2 പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് പാർട്ട് കണ്ടാൽ സെക്കൻഡ് പാർട്ട് കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഇതെന്താണെന്ന് അറിഞ്ഞാലും മതി നിങ്ങൾ കാണുന്ന
നിങ്ങളിപ്പോൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് സിനിമ ആക്ച്വലി ഒരു എബോവ് ആവറേജ്, എനിക്ക് വർക്കായൊരു സിനിമയാണ്, പക്ഷേ ഭയങ്കര ഗംഭീരമാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴത്ത് പറയുക. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.